സവാള ഗിരി സവാള ഗിരി ഗിരി. ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത ശിവൻകുട്ടി മാത്രമല്ല, ഒരുപാട് പ്രതിഭകളുണ്ട്. ശിവൻകുട്ടിയെ കാണുമ്പോൾ നമുക്ക് ബിന്ദു എത്ര മഹതിയാണെന്ന് മനസ്സിലാവും. ബിന്ദുവിനെ കാണുമ്പോൾ ഇതിനേക്കാൾ എത്ര ഭേദമാണ് സജി ചെറിയാൻ എന്ന് തോന്നും. അങ്ങനെ ഓരോ മന്ത്രിയും ഇത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 20 പേരുടെ പേര് നമ്മൾ പറയേണ്ടത് ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രതിഭകളാണ്. സമുദായങ്ങൾ സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി രൂപതയിലെത്തി സ്നേഹസമ്പന്നനായി മാറി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വി ശിവൻകുട്ടി വെല്ലുവിളിക്കുന്നു. സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഒരു നിമിഷം കൊണ്ട് അവിടെ ചെന്ന് വിഷമിറക്കിക്കുന്നു. ഇത് ചെറുത്ത് മതമാണ് മുഖ്യമെന്ന് പറയാതെ പറയുകയാണോ പിണറായി സർക്കാർ? ഇയാൾക്ക് എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കിന് വിലയില്ലാതായോ കേരളത്തിൽ? മത്തയച്ചത് ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ. അല്ലെ, സ്നേഹം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നാണ്. അപ്പൊ ഈ സ്നേഹം കണ്ടപ്പോൾ പുള്ളിയുടെ കരൾ അലിഞ്ഞുപോയി. അല്ലെ, ശിവൻകുട്ടി തിരുമേനിമാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെ കണ്ട് മുട്ടുപറച്ചതൊന്നുമല്ല. സത്യം സത്യം. അവിടെ ചെന്ന് അവരുടെ ആ സ്നേഹവും ആ ഒരു താല്പര്യമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കരൾ അലിഞ്ഞുപോയി. ഐസ് ഫ്രൂട്ട് വെയിലത്ത് വെച്ച പോലെ. മാത്രമല്ല, അരമനയിൽ ചെല്ലുമ്പോൾ അണ്ടിപ്പരിപ്പും അതുപോലെ ഈന്തപ്പഴമൊക്കെ കൊടുക്കുമല്ലോ. ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇന്നിനിപ്പോ വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എപ്പോ വേണേലും. അതൊക്കെ കഴിച്ചപ്പോൾ പുള്ളിയുടെ നിലപാട് മാറി. മാത്രമല്ല, NSSകാർ കോടതിയിൽ പോയി വാങ്ങിയ ഉത്തരവ് കോടതിയിൽ പോകാത്ത മതമേലധ്യക്ഷന്മാർക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? എല്ലാവരും ഒരുപോലെ കോടതിയിൽ പോകണം. എല്ലാവരും വലിയ വക്കീലന്മാരെ കാശ് കൊടുത്ത് എൻഗേജ് ചെയ്യണം. അധ്വാനിച്ച് വിധി മേടിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ശിവൻകുട്ടിക്കാരെ. കള്ളന്മാരിപ്പോ പള്ളിക്കരയിലോട്ട് എക്സ്കർഷൻ ആയിട്ട് വരികയല്ലേ. പിന്നെ പുള്ളി നിയമസഭയിൽ പറഞ്ഞപ്പോൾ അകന്ന് പുറകിലിരിക്കുന്ന പാർട്ടിക്കാരുടെ കൈയടി കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പോഴേ അറിയാം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. പുള്ളി എന്തുകൊണ്ടാണ് നമ്മൾ മൂന്നാം മുണ്ടശ്ശേരി എന്ന് വിളിക്കുന്നത്? പുള്ളി എത്ര തവണയാൾ വാളൂരിയത് ഓരോ സമുദായ സംഘടനക്കാർക്കെതിരായിട്ട് ഇല്ലേ? ഇവിടെ ജനറൽ നോട്ടറി യൂണിഫോം ഉണ്ടാക്കാൻ പോയത് ഓർമ്മയില്ല? സ്കൂളിലെ ക്ലാസ് ടൈം കാലത്ത് വൈകുന്നേരം ക്ലാസ് ടൈം ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മൾ കണ്ടത്. അങ്ങനെ എന്തെന്ത് പരിഷ്കാരങ്ങൾ നടത്തിയ ഒരു മന്ത്രിയാണ് അദ്ദേഹം. ഭയങ്കരമായ ആളുകൾക്ക് പുള്ളിയെ പുച്ഛമാണ്, പരിഹാസമാണ്. പക്ഷെ ആള് വിദ്യാഭ്യാസ വിചക്ഷണനാണ്. സത്യം പറഞ്ഞാൽ മുണ്ടശ്ശേരി മാഷിനും മുഹമ്മദ് വായിക്ക് ശേഷം ഇത്രയും പണ്ഡിതനായ, ഇത്ര പ്രഗത്ഭനായ, ഇത്രയും കാര്യശേഷിയുള്ള, കർമ്മ നിപുണനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതുപോലെ പ്രഗത്ഭനായ ഒരു മന്ത്രി കിട്ടിയാൽ നമ്മളെല്ലാവരും സന്തോഷിക്കണം. പിന്നെ ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത ശിവൻകുട്ടി മാത്രമല്ല, ഒരുപാട് പ്രതിഭകളുണ്ട്. ശിവൻകുട്ടിയെ കാണുമ്പോൾ നമുക്ക് ബിന്ദു എത്ര മഹതിയാണെന്ന് മനസ്സിലാവും. ബിന്ദുവിനെ കാണുമ്പോൾ ഇതിനേക്കാൾ എത്ര ഭേദമാണ് സജി ചെറിയാൻ എന്ന് തോന്നും. അങ്ങനെ ഓരോ മന്ത്രിയും ഇത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കൂടുതൽ കേമൻ, ആരാണ് പ്രഗത്ഭൻ, ആരാണ് കാര്യപ്രാപ്തി ഉള്ള ആൾ എന്നത്. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പേരെടുത്ത് പറയാന്ന് വെച്ചാൽ 20 പേരുടെ പേര് നമ്മൾ പറയേണ്ടത്. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രതിഭകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ മുമ്പ് കണ്ടല്ലേ, ഇനിയും കാണാതിരിക്കുന്നതാണ്. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? കൈ നനയാതെ മീൻ പിടിക്കുന്ന വിദ്യയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കഴിഞ്ഞിട്ട് വേറെ ആരും. വേറെ ആരാണെങ്കിലും സമരം ചേർന്നു സിന്ദാബാദ് വിളിച്ചിട്ടൊക്കെ ആണ് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ്. ഇവരങ്ങനെയല്ല. ഇവർ വളരെ ഭയത്തിൽ അവരുടെ ആ ഒരു നയവും വിനയവും പുഞ്ചിരിയും സ്നേഹവും എല്ലാം കൊണ്ട് കൈ നിറയാതെ മീൻ പിടിക്കുന്നതിൽ ഇവർക്കുള്ള ഒരു ഭയങ്കരമായ കഴിവ് നമ്മൾ അംഗീകരിച്ചാൽ മതിയോ? അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ എന്റെ നാക്കിന്റെ ബലമാണ്. മെത്രാന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, UDF-നേക്കാളും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നല്ലത് LDF ആണ്. കാര്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ട്. ഇതുപോലെയല്ലേ NSS-ന്റെ കാര്യം. NSS-ന് നടത്തി കൊടുത്തു, SNDP-ക്ക് നടത്തി കൊടുക്കുന്നു, ക്രൈസ്തവ മതമനുഷ്യന്മാർക്ക് നടത്തി കൊടുക്കുന്നു, കാന്തപുരം മുസ്ലിംകാർക്ക് നടത്തി കൊടുക്കുന്നു, EK ഗ്രൂപ്പുകാർക്ക് നടത്തി കൊടുക്കുന്നു. ആര് വേണമെങ്കിലും ചോദിച്ചാൽ ചോദിപ്പിൻ തരപ്പെടും എന്ന് കർത്താവ് പറഞ്ഞത് പിണറായി വിജയൻ ഉദ്ദേശിച്ചാണ്. NSS ചോദിച്ചാലും SNDP ചോദിച്ചാലും മതമേലധ്യക്ഷന്മാർ ചോദിച്ചാലും മുസ്ലിംകാർ ചോദിച്ചാലും മൗലവി ചോദിച്ചാലും ആര് ചോദിച്ചാലും നടത്തി കൊടുക്കും. ഞാനോ സുരേഷോ അല്ലെങ്കിൽ റോയ് മാത്യോ അതല്ലെങ്കിൽ കാരശ്ശേരി ഭാഷ ചോദിച്ചാൽ നടത്തി തരില്ല. അത് വേറെ. എന്തായാലും ഈ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടൊക്കെ മാറി കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും കർദിനാൾ മാർ ക്ലിമിസ് മുഖ്യമന്ത്രിയെ ഒന്ന് കാണുന്നതോടുകൂടി ഒരൊറ്റ സുപ്രഭാതത്തിൽ, അതായത് മുഖ്യമന്ത്രി എപ്പോൾ ഈ വിഷയത്തിലേക്ക് കൈവെക്കുന്നു
അപ്പോൾ ഇത് മുഴുവൻ തിരിയുകയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതുവരെ പരമാവധി പ്രകോപനം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ സമുദായങ്ങളുടെയും സഭകളുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് മേൽ ഇരു കൈകളും ഉയർത്തി നിൽക്കുന്ന ഒരു രക്ഷകനായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഒരു തിരക്കഥ ഇതിലുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്. എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. 1.5 വർഷം മുമ്പല്ലേ കോഴിക്കോട് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിൽപ്പെട്ട ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായല്ലോ. അന്ന് ഈ സർക്കാരിൽപ്പെട്ടവരൊക്കെ എന്താ പറഞ്ഞത്, പണം വാങ്ങിയിട്ട് അവരെ നിയമനം കൊടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തില്ല എന്ന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അന്ന് മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ശിവൻകുട്ടിയുടെ പത്രസമ്മേളനത്തിലെ ശിവൻകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു? ബിഷപ്പുമാരെയൊക്കെ വെല്ലുവിളിക്കാൻ ഒരു മടിയും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. വിമോചന സമരത്തിന്റെ പഴയ ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കണ്ട, വരട്ടാൻ നോക്കണ്ട എന്ന് പറഞ്ഞ ആള് ചങ്ങനാശ്ശേരി അരമനയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞായിരിക്കാം ഒരു പക്ഷേ ശിവൻകുട്ടി ബിഷപ്പിനെ അഭിവാദ്യം ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തൊരാളുകളാ ഭഗവാനായത്. കാരണം അത്രമേൽ കീഴടങ്ങിക്കൊണ്ടാണ് അവിടെ നിന്ന് ഈ ഡയലോഗുകൾ മുഴുവൻ പറഞ്ഞത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്റെ ശ്രദ്ധപ്പെടുത്തിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, തിരുമേനി മുൻകൈ എടുത്തിറങ്ങിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ്. അതിൽ പിന്നെ തിരുമേനി വീട്ടിൽ വന്നിരുന്നു, ഞാനിവിടെ വന്നിരുന്നു, അതിൻ്റെ എല്ലാ വശങ്ങളും സംസാരിച്ചിരുന്നു. തിരുമേനി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി തിരുമേനിക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഒരാഴ്ചയ്ക്കും നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന്. പലഹാരം വേണോ ശ്രാമേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഇന്നിപ്പോ മുഖ്യമന്ത്രി ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഇന്ന് വിളിച്ചു ചേർത്തു. മുഖ്യമന്ത്രിക്ക് ഒട്ടും സമയമില്ലായിരുന്നു, എങ്കിൽ പോലും വിളിച്ചു ചേർത്തു. അതിൻ്റെ തീരുമാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ തിരുമേനി നാളെ ഒരു യാത്ര ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ഇതുവഴി പോവുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ തിരുമേനി കണ്ടു, സന്തോഷം പങ്കിട്ടു. തിരുമേനി എല്ലാ നന്ദിയും രേഖപ്പെടുത്തി. ഇപ്പൊ മനസ്സിലായി താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും. ചങ്ങനാശ്ശേരി പോയി അദ്ദേഹം സ്നേഹം പ്രകടിപ്പിച്ചു, അദ്ദേഹത്തിന്റെ നിലപാട് കീഴടങ്ങുന്നു. അത് കഴിഞ്ഞ് 13-ാം തീയതി കഴിഞ്ഞ ദിവസം യോഗം ചേരുന്നു, അതിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചു. അതുകൊണ്ടും അദ്ദേഹത്തിന് തൃപ്തി വരാതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയോഗിച്ച ആളിന് തൃപ്തി വരാഞ്ഞിട്ടോ നേരിട്ട് പോയി കണ്ട് നന്ദി പറയാം. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. നമ്മുടെ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എത്ര മാത്രമാണ് ഈ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നയപരമായ തീരുമാന മാറ്റത്തിലൂടെ പൊതുജന മധ്യത്തിലിട്ട് ചവിട്ടി അരയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫയലുകൾ ഈ പട്ടം അരമനയിലും ചങ്ങനാശ്ശേരി അരമനയിലൂടെ കൊടുത്താൽ പോരെ, ഈ ഇതിന്റെ ആ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. അവർ തന്നെ ഒപ്പിട്ട് അവർ തന്നെ കാര്യങ്ങൾ നടത്തിയല്ലോ. എല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കാരുണ്യത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള പ്രതീതി ഈ മന്ത്രിമാരെ കൊണ്ട് സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് പോയി തിരുമേനിയുടെ ഔദാര്യം കൊണ്ടാണ് ഇതെല്ലാം നടന്നത്, തിരുമേനി ഇല്ലെങ്കിൽ കേരളം മുന്നോട്ട് പോകത്തില്ല, റേഷൻ മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട മന്ത്രിമാരെ തന്നെ സൃഷ്ടിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക് നോക്കൂ. ഒരു 3000 രൂപയുടെ ആനുകൂല്യം നൽകി മാനം രക്ഷിക്കാനെങ്കിലും ഈ സംസ്ഥാനത്തെ അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഒന്ന് ഗൗനിക്കണമെന്ന് പറഞ്ഞിട്ട് ആശാ വർക്കർമാരോട് കാണിച്ച സമീപനം എന്താണ്? നീ ഇവിടെ വന്നിറങ്ങിയത് മുതലാണ് എന്റെ ദുരിതം തുടങ്ങിയത്. അപ്പം സംഘടിതർക്കും വോട്ട് ബാങ്ക് ഉള്ളവർക്കും അല്ല എന്നുണ്ടെങ്കിൽ സാമുദായികമായി ശക്തിയുള്ളവർക്കും മുന്നിൽ എത്ര പെട്ടെന്നാണ് ഒരു ഭരണകൂടം കണ്ണു തുറക്കുന്നതും പരവതാനി വിരിക്കുന്നതും നിലപാട് മാറ്റുന്നതും നയങ്ങൾ മാറ്റുന്നതും കോടതിയിൽ നിലപാട് പറയുന്നതൊക്കെ ആലോചിച്ച് നോക്കൂ. മാഷേ, ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും തറയാ. ഈ ആശാ വർക്കർമാര് ഒരു പക്ഷെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സമുദായത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇത് അപ്പ കിട്ടിയതിനെ. സമുദായത്തിന്റെ ഭാഗമല്ല, ജാതിയുടെ ഭാഗമല്ലാത്തവർക്ക് ആർക്കും നീതിയില്ല. ഏതാണ്ടാ പരിവായി. നേരത്തെ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി വിപ്ലവകരമായ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചിലതൊക്കെ നടന്നിട്ടുണ്ട്. സമയമാറ്റമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഒരു ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ച് സംസാരിക്കണ്ടേ? വേണം അത് വേണം. ഒരു കാരണവശാലും ആവശ്യമില്ലാതെ മതവും അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ സ്കൂളിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടേണ്ട കാര്യം ഇല്ല. അയ്യോ, തങ്കമായ മനുഷ്യനല്ലേ. ചിരിപ്പിക്കുകയാണോ അദ്ദേഹം? അദ്ദേഹം പറയുന്ന ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടിയായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് വേറെന്ത് തോന്നും?
പട്ടം ബിഷപ്പിന്റെ അടുത്തും ചങ്ങനാശ്ശേരി ബിഷപ്പിന്റെ അടുത്തും പോയി മുട്ടിൽ നിൽക്കേണ്ട സ്ഥിതി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനുള്ള ശേഷിയില്ല, അതിനുള്ള കരുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സമുദായ സംഘടനകളുടെ മുമ്പിൽ നിങ്ങളെ മുട്ടുമടക്കേണ്ടി വരുന്നത്. എന്തായിരുന്നു പണ്ട് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? സകലമാന ജാതി മത വർഗീയ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞവരാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. 4 വോട്ടിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ ബലി കഴിക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനോട് നവോത്ഥാന സദസ്സിൽ നിന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരവുണ്ടാവില്ല. കൊച്ചുണ്ണി തനിക്ക് ഈടായിട്ട് കുറെ കൂടുന്നുണ്ട് കേട്ടോ. തന്ത്രിയുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് അദ്ദേഹം പൊതുവേദിയിൽ കയ്യടികൾക്കിടയിൽ ആർത്തട്ടഹസിച്ച് പറഞ്ഞു. അതേ തന്ത്രി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടെ നിലവിളക്ക് കൊളുത്തി. അവനത് ചെയ്യും, മതസാമുദായിക നേതാക്കൾ 3 പേരും ഒന്നിച്ചൊരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ അത് 3ാം ഭരണത്തിന്റെ കാഹളമാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന എഴുത്തുകാരും ഒക്കെ ഉള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നു. അതുകൊണ്ട് ഈ ആചാരം തുടരുമോ? ഇത് പൂർവാധികം ഭംഗിയായിട്ട് തുടരും. പുള്ളി കേരളത്തിൽ 3ാമത് കേരളത്തിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഈ കേരള സംസ്ഥാനത്തെ മൗലവിമാർക്കും മുസ്ലിയാക്കന്മാർക്കും അതുപോലെ ബിഷപ്പുമാർക്കും NSSനും SNDPക്കും മറ്റെല്ലാ സാമുദായിക സംഘടിത സമുദായങ്ങൾക്കുമായിട്ട് തീർന്നു. അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ട്, പ്രത്യേകിച്ച് പ്രിവിലേജ് ഇല്ലാത്ത ആളുകൾ. അവരുടെ കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കുത്തും ആലോചിക്കണം, വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. UDF ഏതാണ് LDF ഏതാണെന്ന് ആൾക്കാർക്ക് സംശയം വരുന്ന ഒരു സമയമുണ്ടോ. മന്ത്രിമാരായി കഴിയുമ്പോൾ ഇവർക്ക് മിക്കവർക്കും തന്നെ ഈ അമ്നേഷ്യ ബാധിക്കും. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ സംഭവിച്ചത്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്ക് ഓർമ്മയില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുള്ളി ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓർമ്മയില്ലാതെയാവും. അപ്പൊ പുള്ളിക്ക് ഓരോ സമയത്തും ഇങ്ങനെ നയം മാറ്റിക്കൊണ്ടിരിക്കും. അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല എന്ന് പറഞ്ഞത് പുള്ളിയുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ അപ്പ കാണും. അപ്പൊ നവോത്ഥാനം, പ്രബുദ്ധത, ഭരണഘടന, ധാർമ്മികത, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇവർ സമയാസമയങ്ങളിൽ ഉയർത്തിപ്പിടിക്കും. അത് ഉയർത്തിപ്പിടിക്കുന്നത് കൈ കഴക്കുമ്പോൾ താഴെ വെക്കുകയും ചെയ്യും. ഇപ്പൊ താഴെ വെക്കുന്ന മൂടാണ്. എന്നോട് വേണോ ഭദ്ര നിന്റെ ഈ പോസ്? സമുദായ നേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും പൊതുവെ ഒരു പരാതിയുണ്ട്. പിണറായിയെ കുറിച്ചല്ല കേട്ടോ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ചാണ്. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. സതീശൻ സമയാസമയങ്ങളിൽ കടിച്ചുകുളങ്ങരയിൽ പോകുന്നില്ല, പെരുന്നേൽ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ബത്രാന്മാരുടെ അരമനയിൽ ചെല്ലുന്ന അവരുടെ കൈമുത്തുന്നില്ല, അതൊരു പരാതി കിട്ടും. ഇത് തന്നെ അവസരം. ആ ഒരു പരാതി പരിഹരിക്കാനുള്ള ഒരു എളിയ ശ്രമവും കൂടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കരുണാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ 3ാം ഊഴത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അങ്ങനെ അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ പോകുന്നത്? എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ.